അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. മർഹബൻ 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 യാ തുല്ലാബ്, കൈഫൽ ഹാൽ, സൈൻ അൻതും യാ തുല്ലാബ്. എൻ്റെ 5ാം ക്ലാസ്സിലത്തെ മക്കളെ എല്ലാവരും പെട്ടെന്ന് വന്നാട്ടെ. നമ്മള് 3ാമത്തെ മൊഡ്യൂളിലെ 2ാമത്തെ ചാപ്റ്ററുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് എക്സാമിലേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ 3ാമത്തെ മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ വീഡിയോ കാണാതെയാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ഉണ്ടാവില്ല, ഒരു ഫോളോ അപ്പ് കിട്ടൂല. അപ്പോൾ മക്കളൊക്കെ എന്ത് ചെയ്യണം, ആ വീഡിയോ കാണാത്തവർ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും നമ്മുടെ എക്സാമിൻ്റെ യൂട്യൂബ് ചാനലിൽ പോവുക. എന്നിട്ട് എന്ത് ചെയ്യുക, 3ാമത്തെ മൊഡ്യൂളിലെ ഫസ്റ്റത്തെ ചാപ്റ്റർ എന്ത് ചെയ്യുക, നല്ല മനോഹരമായിട്ട് കേട്ട് വരിക. എന്നാൽ എന്ത് ചെയ്യുക, നമുക്ക് അതിൻ്റെ ഒരു തുടർച്ച എന്നോണം എന്ത് ചെയ്യുക, ഈ ചാപ്റ്റർ എന്ത് ചെയ്യും, പെട്ടെന്ന് മനസ്സിലാകും. ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത എന്താണെന്നറിയോ മക്കൾക്ക്? എന്താണെന്നറിയോ? വളരെ ഷോർട്ടായിട്ടുള്ള, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണോ? അതുകൊണ്ട് എന്ത് ചെയ്യുക, എല്ലാവരും എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും നമ്മൾ തൊട്ട് മുന്നേ എടുത്തിട്ടുള്ള ചാപ്റ്ററിന്റെ വീഡിയോ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും കാണുക. എന്നാൽ മാത്രമേ ഈ ക്ലാസ് എന്ത് ചെയ്യുള്ളൂ, മനസ്സിലാവുകയുള്ളൂ. ഓക്കെ ആണോ? അപ്പോൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും സാറ് പറഞ്ഞിട്ടുണ്ട്, എല്ലാ കുട്ടികളും എന്ത് ചെയ്യണം, ക്ലാസ് കേൾക്കുന്നവരൊക്കെ നല്ല മനോഹരമായിട്ടുള്ള കമൻറ്റുകളൊക്കെ എന്ത് ചെയ്യണം, സാറിനെ അറിയിക്കണം. ക്ലാസ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ക്ലാസ്സിൻ്റെ പോരായ്മകളെ കുറിച്ചും ഒക്കെ എന്ത് ചെയ്യണം, സാറിനോട് പറഞ്ഞു തരണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, വളരെ മെച്ചപ്പെട്ട രീതിയിൽ എന്ത് ചെയ്യും, ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ ആണോ? അപ്പോൾ എല്ലാവരും പെട്ടെന്ന് വന്നാട്ടെ മക്കളെ, നമുക്ക് എന്ത് ചെയ്യാം, നേരെ ക്ലാസ്സിലേക്ക് പോകാം അല്ലേ. വേറെ എല്ലാവർക്കും സുഖമാണ്, എല്ലാവർക്കും സന്തോഷമാണെന്ന് സാറ് കരുതുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുക, നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോകാം. നോക്കൂ, നഖ്റഉ വ നഫ്ഹമു അല്ലേ. നമ്മൾ 3ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്ററാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ് നഖ്റഉ വ നഫ്ഹമു. നമുക്ക് എന്ത് ചെയ്യാം, വായിക്കാം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. നോക്കൂ, അൽ ഇമാമുൽ അഅ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ ഒരാളുടെ കഥ പറഞ്ഞിരുന്നു. ഒരു കച്ചവടക്കാരൻ്റെ മനോഹരമായിട്ടുള്ള കഥയായിരുന്നു തൊട്ട് മുമ്പത്തെ ചാപ്റ്ററിൽ പറഞ്ഞത്. അദ്ദേഹത്തെ കുറിച്ചാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ന് നമ്മൾ വളരെ വിശാലമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. നോക്കൂ, ആരാ നമ്മുടെ ഇമാമിന്റെ പേരെന്താണ്? അൽ ഇമാമുൽ അഅ്ലം എന്ന് പറഞ്ഞാൽ എന്താ? ബഹുമാന്യനായിട്ടുള്ള അല്ലേ, വളരെ വ്യക്തിപരമായിട്ടുള്ള, വളരെ ബഹുമാന്യനായിട്ടുള്ള ഇമാമിനെ കുറിച്ച് അല്ലേ, മഹാനായ പണ്ഡിതനെ കുറിച്ചാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ പറയാൻ പോകുന്നത്. അൽ ഇമാമുൽ അഅ്ലം എന്ന് പറഞ്ഞാൽ മഹാപണ്ഡിതൻ എന്നൊക്കെ പറയാൻ അർത്ഥം. നോക്കൂ, ഉലിദ ഇമാം അബു ഹനീഫ അൻ-നുഅ്മാൻ ഇബ്നു സാബിത്തുൽ മർസുബാൻ അൽ കൂഫി. അദ്ദേഹത്തിന്റെ പൂർണ്ണ നാമാണ്. നോട്ട് ചെയ്യണം, എല്ലാ മക്കളും നോട്ട് ചെയ്യണം. നോക്കൂ, അൽ ഇമാം അബു ഹനീഫ നുഅ്മാൻ ഇബ്നു സാബിത്ത് ബിനുൽ മർസുബാൻ അൽ കൂഫി. അതാണ് അദ്ദേഹത്തിന്റെ എന്ത്, പൂർണ്ണനാമം. അപ്പൊ നമ്മളോട് ചോദിക്കും ഇസ്മുൽ കാമിൽ, പൂർണ്ണനാമം എന്താ? അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വയ്യ ഡിസ്കസ് ചെയ്യാം. നോക്കൂ, ഉലിദ ഇമാം, നമ്മുടെ ഇമാം ജനിച്ചു. എവിടെ ജനിച്ചു? ഇമാം ജനിച്ചു അബു ഹനീഫ ഇമാം ജനിച്ചു. അദ്ദേഹത്തിന്റെ പേര് പറയാണെന്ത്, അബു ഹനീഫുൽ നുഅ്മാൻ ഇബ്നു സാബിത്ത് ബിനു മർസുബാൻ അൽ കൂഫി. അദ്ദേഹം ജനിച്ചു എന്ന് സനത്ത, ഏത് വർഷമാണ് ജനിക്കുന്നത് മക്കുന്നത്? ഹിജ്റ 80 അദ്ദേഹം ജനിക്കുന്നത്. നോക്കിയാട്ടെ, അപ്പോൾ ഹിജ്റ 80 അദ്ദേഹത്തിന്റെ ഇമാം അബു ഹനീഫയുടെ ജനനം എന്നുള്ളത്. ബി കൂഫ, അദ്ദേഹം കൂഫയിലാണ് ജനിച്ചത്. നോക്കൂ, മനശഅ ഫിഹ, അപ്പൊ കൂഫയിൽ ജനിക്കുകയും ആ കൂഫയിൽ തന്നെ എന്ത് ചെയ്തു, വളരുകയും ചെയ്തു. നശഅ എന്ന് പറഞ്ഞാൽ എന്താ, ആ നാട്ടിൽ, സ്വന്തം ജനിച്ച നാട്ടിൽ തന്നെ എന്താ ചെയ്ത് അദ്ദേഹം ജീവിച്ചു തുടങ്ങി അല്ലേ. അപ്പൊ നോക്കൂ, വാലിദുഹു, അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേര്. വാലിദുഹു എന്ന് പറഞ്ഞാൽ എന്താ, ഉപ്പ. അപ്പൊ വാലിദുഹു, അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേരെന്താ, സാബിത്ത് ബിനു മർസുബാൻ. നോട്ട് ചെയ്യണം, അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേരാണ് മക്കളെ, പറഞ്ഞാട്ടെ എന്താണ്? സാബിത്ത് ബിനു മർസുബാൻ എന്നാണ്. വക്കാന അബു ഹനീഫ ഫഖീഹൻ. ഇനി നമ്മൾ പറയാണെന്ത്, അബു ഹനീഫ ഇമാമിനെ കുറിച്ച് പറയാണ്. അദ്ദേഹം ആരായിരുന്നു? ഫഖീഹൻ. ഫഖീഹ് എന്ന് പറഞ്ഞാൽ എന്താ, വളരെ അദ്ദേഹം കർമ്മശാസ്ത്രപരമായിട്ടുള്ള ഇൽമ, അതിനാണ് എന്ത് ചെയ്യാറ്, ഫിഖ് പരമായിട്ടുള്ള അല്ലെ. അപ്പോൾ നമ്മുടെ ഓരോ ഇസ്ലാമിലെ ഓരോ കാര്യങ്ങളും ഫിഖിയായിട്ടുള്ള, ഓരോ കർമ്മശാസ്ത്രപരമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ, ഇന്ന് ചെയ്യരുത്, അത് ചെയ്യണം, ഇത് ചെയ്യരുത്, ഇത് ചെയ്താൽ ഈ ശിക്ഷ, അപ്പൊ തുടങ്ങിയ നിയമങ്ങൾ പറയുന്ന കിതാബാണ് ഏത്, ഫിഖ് എന്നുള്ളത്. ആ ഫിഖ് വളരെ ഫഖീഹായിട്ടുള്ള ആളായിരുന്നു ആര്, നമ്മുടെ അബൂ ഹനീഫ ഇമാം റഹ്മഹുല്ല. അതുപോലെ തന്നെ ആലിമൻ, അദ്ദേഹം പണ്ഡിതനായിരുന്നു. എങ്ങനത്തെ പണ്ഡിതനാണ്? മഷ്ഹൂറൻ, വളരെ പ്രസിദ്ധനായിട്ടുള്ള അല്ലെ. മഷ്ഹൂർ എന്ന് പറഞ്ഞാൽ എന്താ, വളരെ പ്രസിദ്ധനായിട്ടുള്ള. അപ്പോൾ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു പണ്ഡിതനാണ് ആര്, നമ്മുടെ അബൂ ഹനീഫ എന്നുള്ളത്. അതുപോലെ തന്നെ വത്താജിറൻ, അദ്ദേഹം ഒരു കച്ചവടക്കാരനായിരുന്നു. എങ്ങനത്തെ കച്ചവടക്കാരനാണ്? അമീനൻ, എല്ലാവരും വിശ്വസിക്കുന്ന അല്ലെ. അപ്പം വളരെ
വിശ്വസ്തയോഗ്യനായിട്ടുള്ള ഒരു കച്ചവടക്കാരനും കൂടി ആയിരുന്നു ആര് മക്കളെ? ഇമാം അബൂ ഹനീഫ അല്ലേ? തൊട്ട് മുമ്പയിലുള്ള ചാപ്റ്ററിൽ നമ്മൾ വളരെ മനോഹരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിന്റെ കച്ചവടത്തിലെ സത്യസന്ധതയെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? തൊട്ട് മുമ്പയിലുള്ള കഥയിലേക്ക് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ആ ക്ലാസ് കേൾക്കാതെ ഈ ക്ലാസ് വന്ന് കേൾക്കരുത്. ആ ക്ലാസ് കേട്ടതിന് ശേഷമേ ഈ ക്ലാസ് കേൾക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സെറ്റാക്കാം. നോക്കൂ, ലുക്കിബ എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് ആളുകൾ എന്ത് ചെയ്യാണ്? നിക് നെയിം എന്ന് പറയും അല്ലേ? വിളിപ്പേര് അല്ലെ? നമുക്കൊക്കെ ഓരോരുത്തർക്ക് എന്തുണ്ടാവും? ഓരോ വിളിപ്പേരുകൾ ഉണ്ടാവും. അപ്പൊ അദ്ദേഹത്തിന്റെ വിളിപ്പേരെന്താണ്? അൽ ഇമാമുൽ അഅ്ലം അല്ലെ? ഇമാമുൽ അഅ്ലം എന്നാണ് അല്ലെ? ബഹുമാന്യനായ പണ്ഡിതനാണ്. പണ്ഡിതൻ എന്നാണ് അദ്ദേഹത്തെ എല്ലാവരും അദ്ദേഹത്തെ എന്താക്കിയത്? വിളിച്ചിട്ടുള്ളത്. അപ്പൊ നോക്കിയാട്ടെ, ലുക്കിബ എന്ന് പറഞ്ഞാൽ എന്താ? വിളിപ്പേര് അല്ലെ? അപ്പൊ അദ്ദേഹത്തിന്റെ വിളിപ്പേരെന്താ? അൽ ഇമാമുൽ അഅ്ലം എന്നുള്ളതാണ്. തൂഫിയ സനത്തൻ, അദ്ദേഹം വഫാത്തായി എന്ന് ഹിജ്റ 150 അദ്ദേഹം വഫാത്തായി. അപ്പോൾ ഹിജ്റ 80 അദ്ദേഹം ജനിച്ചു, ഹിജ്റ 150 അദ്ദേഹം എന്ത് ചെയ്തു? വഫാത്തായി. എവിടെയാ മക്കളെ വഫാത്താകുന്നത്? ഫിൽ ബഗ്ദാദ് എന്ന് പറയുന്ന മനോഹരമായ പട്ടണത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? വഫാത്താകുന്നത്. ഇനി നോക്കിയാട്ടെ, മിനൽ മുഅല്ലഫാത്തിഹി, അദ്ദേഹത്തിന്റെ രചനകൾ. മുഅല്ലഫാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കൃതികൾ അല്ലെ? രചനകൾ. അദ്ദേഹത്തിന്റെ രചനകൾ ഏതൊക്കെയാണ്? അൽ ഫിഖുൽ അക്ബർ, അതുപോലെ തന്നെ അൽ ഫിഖുൽ ഔസത്ത്. നമ്മൾ പറഞ്ഞു ഫിഖ്ഹി ഗ്രന്ഥങ്ങളിൽ വളരെയധികം അല്ലെ? ഫിഖ്ഹി ശാഖകളിൽ വളരെയധികം എന്തുണ്ട്? കഴിവുള്ള ആളായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ രചനകൾ എന്തൊക്കെയാണ്? അൽ ഫിഖ്ഹുൽ അക്ബർ, അതുപോലെ തന്നെ ഫിഖ്ഹുൽ ഔസത്ത് എന്ന് പറയുന്ന 2 പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതുമല്ലാതെ അതിനേക്കാൾ കൂടുതൽ വേറെ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. എന്നാലും ഇതെന്താണ്? വളരെ പ്രധാനപ്പെട്ട 2 കൃതികളാണ് അദ്ദേഹത്തിന്റെ രചനകളാണ്. നോക്കിയാട്ടെ മക്കളെ, ഈ ഒരു കാര്യം വായിച്ചതോടുകൂടെ നമുക്ക് ഒരാളെ കുറിച്ച് അല്ലെ? ഇമാം അബൂ ഹനീഫയുടെ പൂർണ്ണനാമം നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ അദ്ദേഹം എവിടെ ജനിച്ചു എന്ന് മനസ്സിലായി. അദ്ദേഹം ജനിച്ച വർഷം എത്രയെന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ അദ്ദേഹം ഇവിടെ വളർന്നു എന്നുള്ളത് മനസ്സിലായി. അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേര് മനസ്സിലായി. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹം ഏത് മേഖലയിലാണ് തിളങ്ങി നിന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? അദ്ദേഹത്തിന്റെ പേരെന്താ? അബൂ ഹനീഫ നുഅ്മാൻ ഇബ്നു സാബിത്ത് ബിൻ മർസുബാൻ അൽ കൂഫി. അദ്ദേഹം ജനിച്ച വർഷം എത്ര മക്കളെ? എല്ലാവരും പറഞ്ഞാട്ടെ. യെസ്, സനത്ത് 80 അല്ലെ? ഹിജ്റ 80 അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ജനിക്കുന്നത്. എവിടെയാ മക്കളെ ജനിക്കുന്നത്? ബിൽ കൂഫയിലാണ് ജനിക്കുന്നത്. നോക്കിയാട്ടെ, അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേര് ചോദിക്കാം. അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേരെന്താ? സാബിത്ത് ബിൻ മർസുബാൻ എന്നാണ് അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേര്. നീ നോക്കിയാട്ടെ, അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹമായിരുന്നു എന്തായിരുന്നു? ഫഖീഹൻ വ ആലിമൻ മഷ്ഹൂറൻ വ താജിറൻ അമീനൻ അല്ലെ? വളരെ വിശ്വസ്തനായ കച്ചവടക്കാരനായിരുന്നു. അതുപോലെ തന്നെ ഫിഖ്ഹി ഗ്രന്ഥങ്ങളിൽ അല്ലെ? ഫിഖ്ഹി ശാഖയിൽ വളരെ പ്രധാനപ്പെട്ട, വളരെ വലിയ ജ്ഞാനമുള്ള ആളായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു. നോക്കിയാട്ടെ, അദ്ദേഹത്തിന് വിളിപ്പേര് അല്ലെ? നാട്ടിലുള്ള എല്ലാവരെയും അദ്ദേഹത്തെ വിളിച്ചിരുന്നത് എന്തായിരുന്നു മക്കളെ? അൽ ഇമാമുൽ അഅ്ലം എന്നായിരുന്നു അദ്ദേഹത്തെ എന്തായത്? വിളിച്ചിട്ടുള്ളത്. നോക്കിയാട്ടെ, അദ്ദേഹം വഫാത്താകുന്ന വർഷം പറയുന്നുണ്ട്. എപ്പോഴാണ് വഫാത്താകുന്നത്? ഹിജ്റ 150 അദ്ദേഹം വഫാത്താകുന്നു. അപ്പൊ നോക്കിയാട്ടെ, 80 ജനിച്ചു, ഹിജ്റ 150 അദ്ദേഹം എന്തായി? വഫാത്തായി. അപ്പൊ എത്ര വർഷക്കാലം ജീവിച്ചു മക്കളെ? ഒന്ന് പറഞ്ഞാട്ടെ. 80 150 എത്ര? വെറും 70 വയസ്സ് വരെയാണ് അദ്ദേഹം എന്തായിരുന്നത്? ജനിച്ചത് അല്ലേ? 80 90 100 110 120 130 140 150 അല്ലേ? അപ്പൊ എത്ര? വെറും 70 വർഷക്കാലമാണ് അദ്ദേഹം എന്താകുന്നത്? ജീവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം വഫാത്തായിട്ടുള്ള സ്ഥലം എവിടെയാണ്? ബഗ്ദാദിലാണ് അദ്ദേഹം എന്താകുന്നത്? വഫാത്താകുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകൾ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? അൽ ഫിഖ്ഹുൽ അക്ബർ വ ഫിഖ്ഹുൽ ഔസത്ത് എന്നുള്ളതാണ് അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട എന്താണ്? ഗ്രന്ഥങ്ങളിൽ പെട്ടതാണ്. ഇനി നോക്കിയാട്ടെ, അദ്ദേഹത്തിന്റെ ബയോഡാറ്റയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പൊ നമ്മൾ ആ പാരഗ്രാഫ് വായിച്ചു നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യും? ഈ ബയോഡാറ്റകളൊക്കെ തിരിയും. നോക്കൂ, അൽ ഇസ്മുൽ കാമിൽ എന്ന് പറഞ്ഞാൽ എന്താ? പൂർണ്ണനാമം. അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം എന്താ? അൽ ഇമാം അബൂ ഹനീഫത്തുൻ നുഅ്മാൻ ഇബ്നു സാബിത്ത് ബിൻ മർസുബാൻ അൽ കൂഫി എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം അല്ലേ? ഇനി നോക്കിയാട്ടെ, ഇസ്മുൽ വാലിദ്, അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേര് എന്താ പൊന്നുമക്കളെ? ഉപ്പയുടെ പേര് സാബിത്ത് ബിൻ മർസുബാൻ എന്നാണ്. എവിടെ എല്ലാവരും ശ്രദ്ധിക്കുന്നില്ലേ? നോക്കിയാട്ടെ. യെസ്, വെരി ഗുഡ്. എല്ലാവരും പറഞ്ഞാട്ടെ, ഉപ്പയുടെ പേരെന്താണ്? സാബിത്ത് ബിൻ മർസുബാൻ ആണ്. ആമുൽ മീലാദ് എന്താ? ആമുൽ മീലാദ് എന്ന് പറഞ്ഞാൽ എന്താ? ജനന തീയതി അല്ലെ? ഡേറ്റ് ഓഫ് ബർത്ത്, ജനിച്ച ദിവസം അല്ലെ? ഹാപ്പി ബർത്ത്ഡേ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ജനിച്ച ദിവസം നമ്മൾ എന്ത് ചെയ്യും? കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കും അല്ലെ? അപ്പൊ ജനിച്ച വർഷത്തെ കുറിച്ച് പറയുന്നതാണ് എന്ത്? അല്ലെ? ആമുൽ മീലാദ്, ജനിച്ച വർഷം, ജനന തീയതി എന്നാ മക്കളെ? ഹിജ്റ 80 നോക്കിയാട്ടെ, മക്കാനുൽ മീലാദ് എന്താ? മക്കാനുൽ മീലാദ് എന്ന് പറഞ്ഞാൽ എന്താ? ജനിച്ച സ്ഥലം അല്ലെ? അപ്പൊ മക്കാനുൽ മീലാദ് എന്ന് പറഞ്ഞാൽ ജനിച്ച സ്ഥലമാണ്. ആമുൽ മീലാദ് എന്ന് പറഞ്ഞാൽ ജനിച്ച
വർഷമാണ്. നോക്കിയാട്ടെ, മക്കാനുൽ മീലാദ് എവിടെ അദ്ദേഹം ജനിച്ചത്? കൂഫയിലാണ് അദ്ദേഹം ജനിച്ചത്. നോക്കിയാട്ടെ, അൽ മെഹ്നത്ത് അദ്ദേഹത്തിന്റെ ജോലി എന്താണ്? ജോബ് അല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ ജോലി എന്തായിരുന്നു? മെഹ്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ജോലി. അപ്പൊ അദ്ദേഹത്തിന്റെ ജോലി ആയിരുന്നു എന്ത്? താജർ, അദ്ദേഹം കച്ചവടക്കാരനായിരുന്നു. നോക്കിയാട്ടെ, ലഖബ് അദ്ദേഹത്തിന്റെ വിളിപ്പേരെന്താ? ലഖബ് എന്ന് പറഞ്ഞാൽ എന്താ? വിളിപ്പേര് കേട്ടോ. അപ്പൊ വിളിപ്പേരെന്താ മക്കളെ? അദ്ദേഹത്തിന്റെ വിളിപ്പേരെന്തായിരുന്നു? അൽ ഇമാമുൽ അഅ്ലം എന്നാണ് അദ്ദേഹത്തിന്റെ വിളിപ്പേര്. അതുപോലെ തന്നെ ആമുൽ വഫാത്ത് അദ്ദേഹത്തിന്റെ വർഷത്തിന്റെ അല്ലെ, ഏത് വർഷമാണ് അദ്ദേഹം വഫാത്തായത് അല്ലെ? അദ്ദേഹത്തിന്റെ മരണം അല്ലെ? അപ്പോൾ ആ മരണം എന്നായിരുന്നു? ഇത് 150-ലായിരുന്നു. നോക്കി, മക്കാനുൽ വഫാത്ത് അദ്ദേഹത്തിന്റെ വഫാത്തായിട്ടുള്ള സ്ഥലം എവിടെയായിരുന്നു? അൽ ബഗ്ദാദ്, ബഗ്ദാദിലാണ് അദ്ദേഹം എന്താകുന്നത്? വഫാത്താകുന്നത്. നോക്കൂ, അൽ മുഅല്ലഫാത്ത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകൾ. മുഅല്ലഫാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? രചനകൾ, കൃതികൾ അല്ലെ? അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകളായിരുന്നു ഏതൊക്കെ? അൽ ഫിഖുൽ അക്ബർ വ ഫിഖുൽ ഔസത്ത്. ഈ രണ്ട് പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് എന്ത് ചെയ്യുക? വളരെ ഷോർട്ടായിട്ട് നമുക്ക് പഠിച്ചു വെക്കണം. കാരണം എന്താ? എക്സാമിന് ഒരു പക്ഷേ ഒരാളുടെ ബയോഡാറ്റ തന്നിട്ട് എന്ത് ചെയ്യും? ഒരാളുടെ കുറിപ്പ് തരും. എന്നിട്ട് എന്ത് ചെയ്യും? അതിൽ നിന്ന് നമ്മളോട് എന്ത് ചെയ്യാൻ പറയും? ഇസ്മു കാമിൽ തിരഞ്ഞെടുക്കാൻ പറയും. അതുപോലെ തന്നെ ഇസ്മു വാലിദ് തിരഞ്ഞെടുക്കാൻ പറയും. അതുപോലെ തന്നെ ആമുൽ മീലാദ് തിരഞ്ഞെടുക്കാൻ പറയും. അപ്പം എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ഇസ്മു കാമിൽ എന്താണ് പഠിച്ചു വെക്കണം, ഇസ്മു വാലിദ് എന്താണ് പഠിച്ചു വെക്കണം, ആമുൽ മീലാദ് എന്താണ് പഠിച്ചു വെക്കണം, മക്കാനുൽ മീലാദ് എന്താണ് പഠിച്ചു വെക്കണം, മിഹ്നത്ത് എന്താണ് പഠിച്ചു വെക്കണം, ലഖബ് എന്താണ് പഠിച്ചു വെക്കണം. ഇത് പഠിച്ചു വെച്ച് എന്ത് ചെയ്യുക? ആ പാരഗ്രാഫിൽ നമുക്ക് എന്ത് ചെയ്യുക? മനോഹരമായിട്ട് എഴുതിയെടുക്കാം. ഓക്കെ ആണോ? നോക്കൂ, ഇവിടെ നമുക്കൊരു പണി തന്നിട്ടുണ്ട്. എന്താണ്? അന്നക്കറ ഉസ്സീറത്തു ദാത്തിയ അല്ലെ? നമ്മളോട് എന്ത് ചെയ്യാനാണ്? അടിയിലുള്ള ഈ കാര്യങ്ങൾ, ഈ സീറ എന്ത് ചെയ്യാനാണ്? വായിക്കാനാണ് പറയുന്നത്. എന്താണ്? അലി സയ്യിദ് മഹാത്മാഗാന്ധി എന്നുള്ളവരുടെ ബയോഡാറ്റയാണ് എന്ത് ചെയ്യുന്നത്? അടിയിൽ കൊടുത്തിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ അവരുടെ ജീവചരിത്രമാണ്. സീറത്തുദ്ദാത്തി എന്ന് പറഞ്ഞാൽ എന്താ? ജീവചരിത്രം. അപ്പൊ ജീവചരിത്രമാണ്, മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രമാണ് എന്തായിട്ടുള്ളത്? അടിയിൽ കൊടുത്തിട്ടുള്ളത്. നോക്കൂ, ഇത് ബയാനാത്തിൽ ഷഖ്സിയ, നമ്മളോട് എന്ത് ചെയ്യാനാണ്? ബയാനാത്ത് ഷഖ്സിയ എന്ന് പറഞ്ഞാൽ ഓർത്തു വെച്ചോളൂ, ബയോഡാറ്റ നിർമ്മിക്കാനാണ്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. എന്തിനെ തയ്യാറാക്കാം? അയൽ ബയാനാത്ത് ഷഖ്സിയ, നമുക്കൊരു എന്ത് തയ്യാറാക്കാം? ബയോഡാറ്റ ശരിയാക്കാം. ഏതൊരു അടിസ്ഥാനത്തിൽ? ഈ സീറത്തുൽ ദാത്തി എന്ന് പറഞ്ഞ ജീവചരിത്രം. അപ്പോൾ ഈ അടിയിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു പാരഗ്രാഫ് വായിച്ചത് എന്ത് ചെയ്യാനാണ്? നമ്മളോട് ബയാനാത്തു ഷഖ്സിയ. ബയാനാത്തു ഷഖ്സിയ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഒന്ന് പറഞ്ഞാട്ടെ എല്ലാവരും. യെസ്, എല്ലാവരും പറഞ്ഞാട്ടെ. എന്താ ബയാനാത്തു ഷഖ്സിയ എന്ന് പറഞ്ഞാൽ? ബയോഡാറ്റയാണ് സാറേ. എന്താണ് അർത്ഥം? ബയോഡാറ്റയാണ്. നോക്കൂ, സയ്യിദു അൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. എന്താ? ആരാണ്? നമുക്ക് ആകെ പേരറിയണം. ആരെ പേരേ ഉള്ളൂ? മഹാത്മാഗാന്ധിനെ നമുക്കറിയൂ അല്ലേ? എല്ലാവർക്കും അദ്ദേഹത്തിന്റെ വിളിപ്പേര് മാത്രമേ അറിയൂ. നമ്മളെ കേരളത്തിലുള്ള ഏതാളോട് ചോദിച്ചാലും, ഇന്ത്യയിലുള്ള ആളോട് ചോദിച്ചാലും മഹാത്മാഗാന്ധി ആരാന്ന് ചോദിച്ചൊരു പക്ഷേ പറയും എന്ത്? അറിയാന്ന് പറയും. പക്ഷേ നേരെ മറിച്ച് മോഹൻദാസ് കരംചന്ദ് അറിയോ? മോഹൻദാസ് കരംചന്ദ് ഗാന്ധിനെ കുറിച്ച് അറിയോന്ന് വെച്ചാൽ, ആരെ പഠിച്ചോണ്ട് ഈ മോഹൻദാസ്? എനിക്കറിയില്ലല്ലോ എന്ന് പറയും. കാരണം എന്താ? നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു പക്ഷെ മഹാത്മാഗാന്ധിയുടെ പൂർണ്ണനാമം നമുക്ക് എന്ത് അറിയില്ല. എല്ലാവർക്കും ഒരു പക്ഷെ എന്താവില്ല, അറിയാൻ ചാൻസ് ഇല്ല. അപ്പൊ എൻ്റെ പൊന്നുമക്കൾ, എൻ്റെ 5ാം ക്ലാസ്സിലെ മക്കൾ പഠിച്ചു വെച്ചോളൂ. അദ്ദേഹത്തിന്റെ പേരാണ് സയ്യിദ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഇതാണ് അദ്ദേഹത്തിന്റെ എന്ത്? പൂർണ്ണനാമം. അപ്പൊ മഹാത്മാഗാന്ധിയുടെ പൂർണ്ണനാമം ഇനി ആര്, എവിടെ, എങ്ങനെ, എപ്പം ചോദിച്ചാലും എൻ്റെ മക്കൾ പറയണം. എന്താ പറയേണ്ടത്? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് എന്ത് ചെയ്യണം? പറയണം. പറയോ ഇല്ലേ? പറയണം പൊന്നുമക്കളെ, പറയണം. നോക്കൂ, ഉലിദ സയ്യിദ്, നമ്മുടെ നേതാവ് ജനിച്ചു. ഉലിദ എന്ന് പറഞ്ഞാൽ എന്താ? ജനിക്കുക. അപ്പൊ ജനിക്കുന്നതിനാണ് എന്തെന്ന് പറയാ? ഉലിദ എന്ന് പറയാ. പൊന്നുമക്കളെ ഒന്ന് ഉഷാറായട്ടെ. അപ്പം ഉലിദ ജനിച്ചു. സയ്യിദ്, നമ്മുടെ നേതാവ് ജനിച്ചു അല്ലെ? സയ്യിദ് എന്ന് പറഞ്ഞാൽ എന്താ? നേതാവ്. അപ്പൊ നേതാവ് ജനിച്ചു. ആരാ നേതാവ്? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, നമ്മുടെ ഗാന്ധിജി എന്നറിയപ്പെടുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ജനിച്ചു. എവിടെ ജനിച്ചു? മഅറൂഫൻ ബിൽ ലഖബ്, അദ്ദേഹം അറിയപ്പെട്ടു. എന്തുകൊണ്ട് അറിയപ്പെട്ടു? ബിൽ ലഖബി മഹാത്മാഗാന്ധി അല്ലെ? അപ്പൊ മഹാത്മാഗാന്ധി എന്ന പേരിലാണ് അദ്ദേഹം എന്തായിട്ടുള്ളത്? അറിയപ്പെട്ടിട്ടുള്ളത്. ഫി മദീനത്തിൻ ബോർബന്ദർ. അപ്പോൾ ഫി മദീനത്തിൽ ബോർബന്ദർ എന്ന് പറയുന്ന പട്ടണത്തിലാണ് അദ്ദേഹം എന്തായിട്ടുള്ളത്? ജനിച്ചിട്ടുള്ളത്. നോക്കൂ, ബി വിലായത്തിൽ ഗുജറാത്ത്. അപ്പോൾ ഗുജറാത്തിലെ ബോർബന്ദർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ മഹാത്മാഗാന്ധി ജനിച്ചിട്ടുള്ളത്. മനസ്സിലായോ? എന്നാ ജനിച്ചത് മക്കളെ? 1869 ഒക്ടോബർ 2 അദ്ദേഹം എന്താകുന്നത്? ഗുജറാത്ത് എന്ന് പറയുന്ന വിശാലമായിട്ടുള്ള സംസ്ഥാനത്തിലെ ബോർബന്ദർ എന്ന് പറയുന്ന പട്ടണത്തിൽ അദ്ദേഹം എന്താകുന്നത്? ജനിക്കുന്നത്. നമ്മുടെ ആര്? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അതായത് ആരാണ്? മഹാത്മാഗാന്ധി. മനസ്സിലായോ? അപ്പൊ 1869 അദ്ദേഹം
എവിടെ? ഒക്ടോബർ 2-ന്. അപ്പോൾ ഒക്ടോബർ 2-നാണ് അദ്ദേഹം എന്താകുന്നത്? ജനിക്കുന്നത്. മനസ്സിലായോ മക്കളെ? എവിടെയാണ് ജനിച്ചത്? ഗുജറാത്തിലെ സംസ്ഥാനമായിട്ടുള്ള ഗുജറാത്തിലെ പോർബന്ദർ എന്ന് പറയുന്ന സുന്ദരമായ മദീനയിലാണ് നമ്മുടെ ആര് ജനിച്ചിട്ടുള്ളത് മക്കളെ? പറഞ്ഞാട്ടെ, മഹാത്മാഗാന്ധി ജനിച്ചത്. വാലിദുഹു, അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേരാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആരാണ്? കരംചന്ദ് ഗാന്ധി അല്ലേ? അപ്പം കരംചന്ദ് ഗാന്ധി എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേരാണ്. വാലിദത്തുഹു, അദ്ദേഹത്തിന്റെ ഉമ്മയുടെ പേരാണ് എന്ത് മക്കളെ? ബുത്ലിബായി. അപ്പം ബുത്ലിബായി എന്നുള്ളത് എന്താണ്? അദ്ദേഹത്തിന്റെ ഉമ്മയുടെ പേരാണ്. പഠിച്ചു വെക്കണം. വസൗജത്തുഹു, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരാണ് എന്ത്? കസ്തൂർബ ഗാന്ധി എന്നുള്ളത്. അപ്പോൾ കസ്തൂർബ ഗാന്ധി എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരാണ്. അപ്പോൾ ഉപ്പയുടെ പേര് പറഞ്ഞു, ഉമ്മയുടെ പേര് പറഞ്ഞു അല്ലേ? അപ്പൊ അമ്മന്റെ പേര് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് നമ്മൾ പറഞ്ഞു. ആരാ? കസ്തൂർബ ഗാന്ധി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര്. മനസ്സിലായോ? കാന, അതിനോട് അദ്ദേഹത്തെ കുറിച്ച് പറയാണ് എന്താ? കാന, അദ്ദേഹമായിരുന്നു. കാന എന്ന് ഉപയോഗിച്ചാൽ എന്താ? ആയിരുന്നു അല്ലേ? അദ്ദേഹമായിരുന്നു. ആരായിരുന്നു? സഈമൻ, അദ്ദേഹം ഒരു സഈമൻ സിയാസിയൻ. സഈമൻ എന്ന് പറഞ്ഞാൽ ലീഡർ എന്നാണ് അർത്ഥം. സിയാസി എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സ്. അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു, ഒരു പൊളിറ്റിക്കൽ ലീഡർ ആയിരുന്നു ആര്? നമ്മുടെ ഗാന്ധിജി എന്നുള്ളത്. അപ്പോൾ സഈമൻ എന്ന് പറഞ്ഞാൽ അർത്ഥം മറന്നു പോകരുത്, ലീഡർ അല്ലേ? സിയാസി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം. അപ്പോൾ സഈമൻ സിയാസി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു രാഷ്ട്രീയ, ഒരു പൊളിറ്റിക്കൽ ലീഡർ ആയിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ മൊഹാമിയൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? വക്കീൽ. മൊഹാമിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം ഒരു വക്കീലായിരുന്നു. അപ്പൊ അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ലീഡർ ആയിരുന്നു, അതുപോലെ തന്നെ അദ്ദേഹം ഒരു വക്കീലായിരുന്നു മക്കളെ. അതുപോലെ തന്നെ കാഫഹ അല്ലേ? കാഫഹ എന്ന് പറഞ്ഞാൽ എന്താ? അദ്ദേഹം പോരാടി. അപ്പൊ കാഫഹ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അദ്ദേഹം പോരാടി. ആര്? അല്ല, ഗാന്ധി, നമ്മുടെ ഗാന്ധിജി പോരാടി. എന്തിന്? തഹരീരിൽ ഹിന്ദ്, ഇന്ത്യ സ്വതന്ത്രമാകാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? ഒരുപാട് പോരാട്ട വീര്യങ്ങൾ എന്ത് ചെയ്തു? നമ്മളെ മഹാത്മാഗാന്ധി നടത്തി അല്ലേ? മഹാത്മാഗാന്ധിജി ഉണ്ടായത് കൊണ്ടാണ് നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിട്ടുള്ളത്. അപ്പൊ മഹാത്മാഗാന്ധിജി നൽകിയിട്ടുള്ള സംഭാവനകൾ സ്വാതന്ത്ര്യ ദിനത്തിന് വേണ്ടിയിട്ട്, സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഇന്ത്യ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട് നമ്മുടെ മഹാത്മാഗാന്ധി നേടിയിട്ടുള്ള, അദ്ദേഹം പോരാടിയിട്ടുള്ള പോരാട്ടങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്? മറന്നു പോകരുത് പൊന്നുമക്കളെ. നോക്കൂ, മുഅല്ലഫാത്തിഹി, അദ്ദേഹത്തിന്റെ രചനകളെ കുറിച്ച് പറയാണ്. ഏത്? അൽ മഷ്ഹൂർ, പ്രധാനപ്പെട്ട 2 രചനകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഏതാണ്? അൽ ഖിസ്സത്തു തജാരിബി മഅൽ ഹഖീഖ, അദ്ദേഹത്തിന്റെ ഒരു കിസ്സയാണ്. ഏതാണ് കിസ്സ? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ എന്ന് പറയുന്ന ഒരു ജീവചരിത്രം അദ്ദേഹം എന്തായിട്ടുണ്ട്? എഴുതിയിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഹിന്ദു സ്വരാജ് എന്ന് പറയുന്ന അദ്ദേഹത്തിന് മറ്റൊരു ഗ്രന്ഥം. അപ്പൊ 2 പ്രധാനപ്പെട്ട രചനകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നെന്താ? ഖിസ്സത്തു തജാരിബി മഅൽ ഹഖീഖ, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ബുക്ക്. അതുപോലെ തന്നെ ഹിന്ദു സ്വരാജ് അല്ലെ? ഇന്ത്യ സ്വരാജ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മഹാസമ്പന്നമായിട്ടുള്ള മറ്റൊരു ഗ്രന്ഥം. ഇതല്ലാത്ത ഒരുപാട് ഗ്രന്ഥങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം രചിച്ചിട്ടുണ്ട്. 2 ഗ്രന്ഥമാണോ അദ്ദേഹം രചിച്ചത്? അല്ല, ഒരുപാട് ഗ്രന്ഥങ്ങൾ എന്തായിട്ടുണ്ട്? നമ്മളെ മഹാത്മാഗാന്ധി എന്തായിട്ടുണ്ട്? രചിച്ചിട്ടുണ്ട്. കുത്തില എന്ന് പറഞ്ഞാൽ എന്താ? കൊല ചെയ്യപ്പെട്ടു അല്ലെ? മഹാത്മാഗാന്ധി സാധാ മരണം മരിച്ചതാണോ? അല്ല, അദ്ദേഹത്തെ കൊന്നു കളഞ്ഞതാണ് മക്കളെ. ആര്? കുത്തില മഹാത്മാഗാന്ധി. നമ്മുടെ മഹാത്മാഗാന്ധി കൊല ചെയ്യപ്പെട്ടു എന്ന് അദ്ദേഹം 1984 അദ്ദേഹം എന്ത് ചെയ്തു മക്കളെ? അദ്ദേഹം കൊല ചെയ്യപ്പെട്ടു അല്ലേ? അപ്പോൾ 1948 അല്ലേ? 1948 അദ്ദേഹം എന്ത് ചെയ്തു? കൊല ചെയ്യപ്പെട്ടു. എവിടെ? ഡൽഹിയിൽ വെച്ച് അദ്ദേഹം എന്തായി? കൊല ചെയ്യപ്പെട്ടു. ശരിയാണല്ലോ മക്കളെ? അപ്പൊ അദ്ദേഹം സാധാ മരണം മരിച്ചതല്ല, അദ്ദേഹത്തെ കൊന്നു കളഞ്ഞതാണ്. നോക്കിയാട്ടെ, ഇനി നോക്കൂ, നമ്മളോട് പറഞ്ഞതെന്താ? ബയാനാത്തു ഷഖ്സിയ. അപ്പോൾ മഹാത്മാഗാന്ധിജിയെ കുറിച്ച്, മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ കുറിച്ച് മനോഹരമായിട്ട് എന്ത് ചെയ്തു? ഇവിടെ ഒരു വിശദീകരണം കൊടുത്തു, അദ്ദേഹത്തിന്റെ ഒരു ടോട്ടൽ വിവരണം കൊടുത്തു. എന്നിട്ട് നമ്മളോട് പറയാണ് ഈ പാരഗ്രാഫിൽ നിന്ന് എന്ത് ചെയ്യണം? നമ്മൾ ഇതൊക്കെ കണ്ടെത്തണം. വളരെ സിമ്പിൾ അല്ലേ പൊന്നുമക്കളെ? സാറ് തൊട്ട് മുന്നേ പറഞ്ഞതാണ്, നമ്മളോട് ആരെ കുറിച്ച് ചോദിച്ചാലും, എക്സാമിന് നിങ്ങളോട് ആരെ കുറിച്ച് ബയോഡാറ്റ തയ്യാറാക്കാൻ പറഞ്ഞാലും പൊന്നുമക്കളെ നമുക്ക് തയ്യാറാക്കാം സാറേ. കാരണം എന്താ? നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെ ബയോഡാറ്റ തയ്യാറാക്കണം, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് സാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് എന്ത് പേടിക്കാനാ? നോക്കൂ, ഇസ്മ കാമിൽ, പൂർണ്ണനാമം എന്ത് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാ? ഇതിൽ നിന്ന് എഴുതിയെടുത്തൂടെ? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് ഇതിലേക്ക് എഴുതിക്കൂടെ? അതുപോലെ തന്നെ ഇസ്മ വാലിദ്, അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേരാണ് ചോദിച്ചത്. നോക്കൂ മക്കളെ, തൊട്ട് മുന്നേ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേര്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേര്?
വാലിദുഹു അദ്ദേഹത്തിന്റെ ഉപ്പത കരംചന്ദ് ഗാന്ധി. ഇതല്ലേ ഇങ്ങോട്ട് എഴുതിയെടുക്കേണ്ടത്. നോക്കൂ, ഇസ്മു വാലിദത്ത് അദ്ദേഹത്തിന്റെ ഉമ്മയുടെ പേര് എന്തായിരുന്നു? ഉമ്മയുടെ പേര് ബുത്ലിബായി അല്ലേ? ബുത്ലിബായി എന്നാണ് അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര്. അതുപോലെ തന്നെ താരീഖുൽ മീലാദ് അദ്ദേഹം ജനിച്ച വർഷമാണ്, ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിച്ചത്. നോക്കിയാട്ടെ, 1869 ഒക്ടോബർ 2 അദ്ദേഹം ജനിക്കുന്നത്. എത്ര സിമ്പിളാണ് പൊന്നുമക്കളെ. പറഞ്ഞാട്ടെ സിമ്പിളാണെന്ന് സാറേ. സിമ്പിളാണ് മക്കളെ. നോക്കൂ, മക്കാനുൽ മീലാദ് അദ്ദേഹം ജനിച്ച സ്ഥലമാണ് ചോദിച്ചത് അല്ലേ? എത്ര സിമ്പിളാണ് മക്കാനുൽ മീലാദ്. എല്ലാവരും ഒന്ന് ഈ പാരഗ്രാഫ് നോക്കി ഒന്ന് പെട്ടെന്ന് പറഞ്ഞാട്ടെ സാറേ, കൂടെ പറഞ്ഞാട്ടെ അദ്ദേഹം എവിടെയാണ് ജനിച്ചത്. സാറേ സിമ്പിളാണ് സാറേ. ഇതാ ബി വിലായത്ത് ഹുജറാത്ത് അല്ലേ? ഫി മദീനത്തിൽ ബോർബന്ദർ ബി വിലായത്തിൽ ഹുജറാത്ത്. അദ്ദേഹം ഗുജറാത്തിലെ ബോർബന്ദർ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള പട്ടണത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ ഈ മക്കാനുൽ മീലാദ് ചോദിച്ചാൽ എന്ത് എഴുതിയാൽ മതി? ബോർബന്ദർ എന്ന് എഴുതിയാൽ മതി. മനസ്സിലായോ? നോക്കിയാട്ടെ, അൽ ലഖബ് അദ്ദേഹത്തിന്റെ ലഖബ് വിളിപ്പേരെന്തായിരുന്നു അല്ലേ? അദ്ദേഹത്തിന്റെ വിളിപ്പേരെന്തായിരുന്നു മക്കളെ? എല്ലാവരും പറഞ്ഞാട്ടെ. നോക്കൂ, ബി ലഖബി മഹാത്മാ ഗാന്ധി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിളിപ്പേര്. എളുപ്പമാണോ? എളുപ്പമാണ് സാറേ. നോക്കൂ, വൽ മുഅല്ലഫാത്ത് അദ്ദേഹത്തിന്റെ രചനകൾ, കൃതികൾ. എത്ര സിമ്പിളാണ്. ഈ പാരഗ്രാഫ് നമുക്ക് തരും. എന്നിട്ട് ഈ പാരഗ്രാഫിൽ നമുക്ക് ആകെ ചെയ്യേണ്ട ഒരു പണി എന്തേ ഉള്ളൂ? ഈ പാരഗ്രാഫിൽ നിന്ന് ഇസ്മു കാമിലും ഇസ്മു വാലിദും ഇസ്മു വാലിദത്തൊക്കെ എന്ത് ചെയ്യുക, അങ്ങോട്ട് എഴുതി കൊടുക്കുക എന്നുള്ള ഒറ്റ പണി നമുക്കുള്ളൂ. വളരെ സിമ്പിൾ അല്ലേ മക്കളെ? അതുകൊണ്ടാണ് സാർ ആദ്യമേ പറഞ്ഞത് എന്ത്, നമ്മുടെ 3ാമത്തെ മൊഡ്യൂളിലെ 2ാമത്തെ ചാപ്റ്റർ വളരെ സിമ്പിളാണ്. നമുക്ക് ഇതേ ഇതിൽ പഠിക്കാനുള്ളൂ. നോക്കൂ, മുഅല്ലഫാത്ത് രചനകളെ കുറിച്ച് ചോദിച്ചാൽ എത്ര മനോഹരമായിട്ട് നമുക്ക് എഴുതി കൊടുക്കാം. കിസ്സത്തു തജാരിബി അൽ ഹഖീഖ വ ഇന്ദു സ്വരാജ് എന്ന് പറയുന്ന 2 ഗ്രന്ഥങ്ങൾ അവിടെ മനോഹരമായിട്ട് എഴുതി കൊടുത്തൂടെ മക്കളെ? നോക്കൂ, ഇനി നമ്മളോട് ചോദിച്ചത് താരി ഉൽ ഇസ്തിഷ്ഹാദ് അദ്ദേഹം ഷഹീദായിട്ടുള്ള, അതായത് അദ്ദേഹം കൊല ചെയ്യപ്പെട്ട വർഷമാണ് നമ്മളോട് ചോദിച്ചത്. നോക്കൂ മക്കളെ, താരി ഉൽ ഇസ്തിഷ്ഹാദ് എന്നായിരുന്നു? 1947 നവംബർ 30 എന്ന് എന്ത് ചെയ്താൽ മതി? അവിടെ എഴുതി കൊടുത്താൽ മതി. മക്കാനുൽ ഇസ്തിഷ്ഹാദ് അദ്ദേഹം കൊല ചെയ്യപ്പെട്ട സ്ഥലമാണ് നമ്മളോട് ചോദിച്ചത്. എത്ര മനോഹരമായിട്ട് എഴുതാം. ഡൽഹിയിലാണ് അദ്ദേഹം എന്തായത്? കൊല ചെയ്യപ്പെട്ടത്. അപ്പം നോക്കൂ മക്കളെ, വളരെ സിമ്പിളാണല്ലോ. പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണല്ലോ. നമ്മളോട് ഇനി എക്സാമിന് ഒരു പക്ഷേ ചോദിക്കാം, വേറെ ആരെങ്കിലും ആയിക്കോട്ടെ, ജവഹർലാൽ നെഹ്റു ആയിക്കോട്ടെ, മറ്റു ആരായാലും ഏതൊരാളുടെ ജീവചരിത്രം നമ്മളോട് ചോദിച്ചിട്ട് അതിൽ നിന്ന് ബയാനാത്തു ഷഖ്സിയ അത് പഠിച്ചു വെക്കണം. ഇനി അവിടെ പോയിട്ട് പടച്ചോനെ എന്തേനി ബയാനാത്തു ഷഖ്സിയ എന്ന് ആലോചിക്കരുത് മക്കളെ. ബയാനാത്തു ഷഖ്സിയ എന്ന് പറഞ്ഞാൽ സാറേ ഉറപ്പാണ് അത് ബയോഡാറ്റയാണെന്ന് എന്ത് ചെയ്യണം? എൻ്റെ പൊന്നുമക്കൾ പഠിച്ചു വെക്കണം. ഓക്കെയാണോ? ഓക്കെയാണ് സാറേ, ഓക്കെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? അപ്പം എന്ത് ചെയ്യുക? ഇതിങ്ങനെ അങ്ങോട്ട് തരും നിങ്ങൾക്ക് എക്സാമിന്. എന്നിട്ട് എന്ത് ചെയ്യുക? ആ പാരഗ്രാഫിൽ നിന്ന് തന്നിട്ടുള്ള ആരെക്കുറിച്ചാണോ അദ്ദേഹത്തിന് പൂർണ്ണനാമം എഴുതി കൊടുക്കുക, അദ്ദേഹം ജനിച്ച സ്ഥലം എഴുതി കൊടുക്കുക, അദ്ദേഹം ജനിച്ച വർഷം എഴുതി കൊടുക്കുക, അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട മുഅല്ലഫാത്തുകൾ എഴുതി കൊടുക്കുക. ഏത് പാരഗ്രാഫ് ആരെ കുറിച്ച് ചോദിച്ചാലും എൻ്റെ 5ാം ക്ലാസ്സുകാർക്ക് എഴുതാൻ കഴിയൂലേ? എഴുതാൻ കഴിയും സാറേ. കാരണം എന്താ? ഞങ്ങൾ അങ്ങനെ സെറ്റായി പഠിച്ചിട്ടുണ്ട്. അപ്പം നോക്കൂ, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ വളരെ സിമ്പിളായിട്ട് എന്തായി ഇവിടെ കഴിഞ്ഞു. ഇത്രേ സാറ് പറഞ്ഞിട്ടുള്ളൂ. അതാണ് പറഞ്ഞത് എന്ത്, പാഠം തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു സംശയം എൻ്റെ കുട്ടികൾക്ക് ഒന്നും ഉണ്ടാവില്ല എന്ന് സാറ് പ്രതീക്ഷിക്കുന്നു. വല്ല ഡൗട്ടുകളുണ്ട് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പം എന്ത് ചെയ്യുക? ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യണം, നിർബന്ധമായിട്ടും പറയണം. എങ്കിലേ നമുക്ക് മെച്ചപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ സംശയങ്ങൾക്കും സാറ് മറുപടി തരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് എല്ലാവരും മനോഹരമായിട്ട് ക്ലാസ് കേൾക്കുക, അഭിപ്രായങ്ങൾ പറയുക, നല്ല മക്കളായിട്ട് പഠിക്കുക. നമുക്ക് 3ാമത്തെ മൊഡ്യൂളിലെ 3ാമത്തെ ചാപ്റ്ററുമായിട്ട് എന്ത് ചെയ്യാം? പെട്ടെന്ന് തന്നെ വരാം. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ശുക്രൻ ജസാക്കുമുല്ലാഹ് ഖൈറൻ. എല്ലാവരും എന്ത് ചെയ്യുക? നിർബന്ധമായിട്ട് ഈ വീഡിയോ ഒക്കെ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും നല്ല സപ്പോർട്ട് സാറിന് തരിക. സപ്പോർട്ട് തന്നാൽ സാറ് തിരിച്ചും സപ്പോർട്ടാകും. നമ്മൾ എന്ത് ചെയ്യും? എക്സാമിന് ഡബിൾ പാസ് അല്ലേ? നല്ലൊരു മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അറബി എന്നുള്ള വിഷയത്തിൽ മനോഹരമായിട്ടുള്ള മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഓക്കെയാണ്, കണ്ടീഷനാണ്. ദെൻ ഓക്കെ, ബൈ, ജസാക്കുമുല്ലാഹ് ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.